ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ നദികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പമ്പാ നദിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഇത് പത്തനംതിട്ട ജില്ലയിൽ ആണ്. അപ്പോൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് പമ്പാ നദിയിലാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് പമ്പാ നദിയിൽ ആണ്. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നീ സമ്മേളനങ്ങൾ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത് ആണ്. ഏതൊക്കെയാണ്? മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്ത് ആണ്. ഇനി പമ്പ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. എന്താണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ? പമ്പയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഇനി അച്ഛൻ കോവിലാറ് പമ്പാ നദിയിൽ പതിക്കുന്നത് വിയ്യപുരത്ത് വെച്ചാണ്. അപ്പോൾ വിയ്യപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അച്ഛൻ കോവിലാറ് പമ്പാ നദിയിൽ പതിക്കുന്നത്. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ്. പുണ്യനദിയാണ് ഗംഗ. അപ്പോൾ കേരളത്തിലെ പുണ്യനദി പമ്പയാണ്. അപ്പോൾ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് പമ്പാ നദി ആണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയും പമ്പാ നദിയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയും പമ്പാ നദി ആണ്. അതുപോലെ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ഛൻ കോവിൽ ആർ. അച്ഛൻ കോവിൽ ആറാണ് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്നത്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ പമ്പാ നദി പതിക്കുന്ന എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ ആണ്. അപ്പൊ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന് അറിയപ്പെടുന്നു. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്ത് ആണ്. ഇനി പമ്പയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഇനി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ഛൻ കോവിലാറ്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ ആണ്. അടുത്തത് കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. ചാലിയാറിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ നീളം 169 കിലോമീറ്റർ ആണ്. ചാലിയാറിന്റെ നീളം എത്രയാണ്? 169 കിലോമീറ്റർ. അത് ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. ഇത് ഉത്ഭവിക്കുന്നത്. ചാലിയാറിന്റെ മറ്റു പേരുകളാണ് കല്ലായി പുഴ, ബേപ്പൂർ പുഴ, ചുലിക നദി എന്നിവ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മറ്റു പേരുകൾ. ഏതിന്റെ? ചാലിയാറിന്റെ. ബേപ്പൂർ പുഴ, കല്ലായി പുഴ, ചുലിക നദി എന്നിവ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഇനി ചാലിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വിളിക്കണം. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവയാണ് ചാലിയാറിന്റെ പോഷക നദികൾ. ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവയാണ് ചാലിയാറിന്റെ പോഷക നദികൾ. ഇനി ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ചാലിയാർ ഒഴുകുന്നത് വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. ഈ കേരളത്തില് വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ചാലിയാർ പ്രക്ഷോഭം. എന്തിനെതിരെയാണ്? വായുജല മലിനീകരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം. ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ ആദ്യകാല സ്ഥാപക നേതാവായിരുന്നു കെ എ. രഘുമാൻ.
കെ റഹ്മാനാണ് ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവെന്ന് പറയുന്നത്. ഇനി ചാലിയാർ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് മാവൂർ ഗോളിയ അയോൺസ് ഫാക്ടറി. മാവൂർ ഗോളിയ അയോൺസ് ഫാക്ടറി ഇതാണ് ചാലിയാറിനെ മലിനപ്പെടുത്തുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. മലിനീകരണം ഏറ്റവും കൂടിയ നദി ചാലിയാറും പെരിയാറുമാണ്. അപ്പോൾ കേരളത്തിലെ 4ാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലിയാർ. ഇതിന്റെ നീളം 169 കിലോമീറ്ററാണ്. ഇത് ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന് ആണ്. ചാലിയാറിന്റെ മറ്റു പേരുകളാണ് കല്ലായിപ്പുഴ, വേപ്പൂർ പുഴ, ചുലിക നദി എന്നിവ. ചാലിയാറിന്റെ പോഷക നദികളാണ് ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവ. ഇത് ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഇനി കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവായിരുന്നു കെ റഹ്മാൻ. ഈ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി മാവൂർ ഗോളിയ അയോൺസ് ഫാക്ടറി ആയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നദികൾ ചാലിയാറും പെരിയാറുമാണ്. എന്നാൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ ആണ്. അപ്പോൾ LDC, LGS തുടങ്ങിയ പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായി പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.